ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഇന്ത്യയിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലോട്ടാണ് വരുന്നത്. സത്യത്തിൽ ഇത് കേൾക്കുമ്പം സംഘികൾക്കൊക്കെ കുരുവൊട്ടും. കാരണം നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ അല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൂടെ അല്ലെങ്കിൽ അമേരിക്കയുടെ അങ്ങനെ താങ്ങി നടക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തിനാണ് അബ്ബാസ് അറാച്ചി ഇന്ത്യയിലോട്ട് വരുന്നത്? നമ്മൾ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും നിന്ന് കൊടുക്കില്ലല്ലോ സംഘികൾ ആലോചിക്കും. പക്ഷേ സംഘികൾ ആലോചിക്കുന്നതൊന്നല്ല ഈ ലോകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അബ്ബാസ് അറാച്ചി എന്തിനാണ് ഇന്ത്യയിലോട്ട് വരുന്നത്? ബ്രിക്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ബ്രിക്സിൻ്റെ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. 14-15 നാളെയും മറ്റന്നാളുമാണ് ഈ മീറ്റിംഗ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിന് പങ്കെടുക്കാനാണ് അബ്ബാസ് അറാച്ചി ഇപ്പം ഇന്ന് ടെഹ്റാനിന് പുറപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഇമേജാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അബ്ബാസ് അറാച്ചി ജയശങ്കറിനെ ഇന്ത്യയിൽ കാണും. അതുപോലെ തന്നെ മോദിനെ വരെ കാണാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പല ഇന്ത്യൻ മാധ്യമങ്ങളും പുറത്തോട്ട് വിടുന്നുണ്ട്. ഈ യോഗം നടക്കുന്നത് നാളെയും മറ്റന്നാൾ തീയതികളിലാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പല പ്രാദേശിക കാര്യങ്ങളും, പിന്നെ അതുപോലെ പ്രാദേശിക അസ്ഥിരത, പിന്നെ സാമ്പത്തിക സഹകരണം, പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ചയിലോട്ട് വരും എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നല്ലൊരു മൂവാണ്. മീൻസ് ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്നതും പുള്ളി നേരിട്ട് ഇന്ത്യയിലോട്ട് വരുന്നതും ഇന്ത്യയുടെ ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടുള്ള ഒരു ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഏത് രീതിയിലാണ് ഈ യുദ്ധം അടി കിട്ടിയത് എന്നുള്ളത് ഇന്നലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ തന്നെ വന്ന് എല്ലാവരോടും പറഞ്ഞു. നമ്മളിപ്പം വട്ടത്തിലും നീളത്തിലും ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പച്ചക്ക് പറഞ്ഞ സ്ഥിതിക്കും ആ കൂട്ടത്തിൽ തന്നെ അവരിങ്ങോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അബ്ബാസ് അറാച്ചിനെ പോലത്തെ വിദേശകാര്യമന്ത്രി, ഇറാൻ്റെ തന്നെ വിദേശകാര്യമന്ത്രി വരുമ്പം നമുക്ക് പല രീതിയിലുള്ള ഒരു നമ്മുടെ പല മെസ്സേജുകൾ കൈമാറാനുള്ളൊരു വലിയ ചാൻസസ് ആണ് ഈ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു യുദ്ധത്തിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ യാത്രകൾ ഒഴിവാക്കും എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത്. പക്ഷേ പുള്ളി അത് ഒഴിവാക്കിയിട്ടില്ല. പുള്ളി നേരിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ വന്നിട്ടുള്ള ചർച്ചകൾ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പം നമുക്ക് ഈ ഇറാനുമായിട്ടൊരു വലിയ ബന്ധത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇസ്രായേലിനെ പിണക്കണം, നമ്മൾ അമേരിക്കനെ പിണക്കണം. അമേരിക്കനെ പിണക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നലെ റഷ്യന്ന് പകുതി വരെ വന്നിട്ടില്ല, ക്രൂഡ് ഓയിലുമായിട്ട് വന്നിട്ടില്ല ഷിപ്പ് വരെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു വിടേണ്ട അവസ്ഥ ഉണ്ട്. എന്താ, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപ് നമ്മുടെ ജിയുടെ തലക്കിട്ട് മേടും. അപ്പോൾ ആ പേടിയുള്ളതുകൊണ്ട് നമ്മൾ അത് തിരിച്ചു വിട്ടിട്ടുണ്ട്. അതേ സ്ഥാനത്താണ് ഇപ്പോൾ അബ്ബാസ് അറാച്ചി ഇന്ത്യയിലോട്ട് വരുന്നത്. ഇനി ഇതേ ദിവസം, അതായത് ഈ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ട്രംപ് ഇപ്പം ചൈനയിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ചൈനയിൽ എത്തുകയും അവിടെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ട്രംപിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ പറയുക, ട്രംപിനെ പേടിച്ചിട്ട് റഷ്യനെ പിണക്കി, ചൈനനെ പിണക്കി, ഇറാനെ പിണക്കി, ആകെ നമ്മൾ എന്താ പറയുക, ട്രംപിന് എന്താ പറയുക, പച്ചക്ക് പറഞ്ഞ ചന്തിയായിട്ട് നിൽക്കുന്ന ഇസ്രായേലിനും വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ നമ്മൾ പിണക്കിയിരിക്കുന്ന ഒരു സമയത്താണ് ട്രംപ് ഇതേ സമയത്ത് ചൈനയിൽ പോയിട്ട് നല്ല സൂക്ഷ്മ സ്വീകരണങ്ങളൊക്കെ നേടിയിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളാണ് ഇപ്പോൾ ഇവിടെ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പം ഈ ഒരു ന്യൂസാണ് ഇപ്പം ഈ ഒരു യുദ്ധത്തിൻ്റെ പല ന്യൂസുകളും വന്നിട്ടുണ്ട്. കാര്യപ്പെട്ട ഇപ്പം എന്താണ്, ഏത് രീതിയിലാണ് സൗദി ഇറാൻ ആക്രമിച്ചത്, ഏത് രീതിയിലാണ് UAE ഇറാൻ ആക്രമിച്ചത് എന്നൊക്കെയുള്ള ന്യൂസുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയറും ലൈക്കും സപ്പോർട്ടും ഒക്കെ തരിക. ഇന്ത്യ ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് രാജ്യങ്ങളുടെ ഒരു സൗഹൃദ ബന്ധം വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ 10 വർഷം കൊണ്ട് ഈ തുള്ളിത്തെറിച്ചുണ്ടായി അല്ലെങ്കിൽ മുള്ളിത്തെറിച്ചുണ്ടായിട്ടുള്ള സംഘിക്കുട്ടന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അവന്മാർ ആകെ കാണുന്നത് ഇസ്രായേലിൻ്റെ ചന്തി കയറുന്ന ഒറ്റ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചന്തി കയറുന്ന സംഘിക്കുട്ടന്മാരെ അങ്ങോട്ട് മാറി നിൽക്കുക, ബാക്കിയുള്ളവരോട് സംസാരിക്കാതെ കരുതി. ഇതാണെങ്കിൽ പേർഷ്യൻ കാലം മുതലുള്ള ഇന്ത്യയുടെ സൗഹൃദ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യയിലെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെല്ലാവർക്കും ചരിത്രം, അതായത് പൂർവ്വ ചരിത്രം കേട്ടോ, ചെറിയ ചരിത്രങ്ങളൊന്നുമില്ല, പൂർവ്വ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആര്യന്മാർ വന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള പേർഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു രാജ്യം. ഇതൊക്കെ നമ്മളെ സംഘികൾ ഇപ്പം പല കഥകളും ഉണ്ടാക്കും. വാട്സപ്പ് യൂണിവേഴ്സിറ്റി, സംഘീയ നിരീക്ഷകരുടെ യൂണിവേഴ്സിറ്റി, മോദി യൂണിവേഴ്സിറ്റി, ഗോദി മീഡിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പല കഥകളുണ്ടാവും. അതൊന്നുമല്ല ചരിത്രം എന്നുള്ളത് ചരിത്രാതീതമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ആ കാര്യം നമ്മളിവിടെ പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം എത്രത്തോളമാണെന്നും, ഈ യുദ്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ പോർട്ട്, ചബഹാർ പോർട്ട്, അവിടെ ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തിപ്പിച്ചത് എന്നും, ഈ പോർട്ടിന് അമേരിക്ക വരുത്തിയിട്ടുള്ള നിരോധനങ്ങൾ എന്തൊക്കെയാണെന്നും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അങ്ങോട്ട് സാങ്ഷൻസ് അമേരിക്ക കൊണ്ടുവന്നതൊക്കെ നമുക്കറിയെങ്കിലും നമ്മളതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല. കാരണം അതിൽ മുസ്ലിങ്ങൾ അവിടെ ചത്ത് ഒടുങ്ങുന്നത് കൊണ്ട് അതിൽ സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ സംഘി തീട്ടങ്ങൾക്ക്. അതുകൊണ്ട് ആ ടീംസിനോട് പറയാത്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ഈ ഒരു ബ്രിക്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളുടെ വിദേശ പ്രതിനിധികളാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. ഈ ബ്രിക്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാനൊരു ഇത് പറഞ്ഞുതരാം. അപ്പോൾ ബ്രിക്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള രാജ്യങ്ങളാണ് UAE, ഈജിപ്ത്, അതുപോലെ തന്നെ ഈ രാജ്യങ്ങളുമായിട്ട് ഇറാൻ ഏത് രീതിയിലാണ് ഇടഞ്ഞു നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അതായത് ഇതിലോട്ട് ഇപ്പോൾ എത്യോപ്യ ആഡ് ആയിട്ടുണ്ട്,
ഈജിപ്ത് ആഡ് ആയിട്ടുണ്ട്, അതുപോലെ ഇന്തോനേഷ്യ ആഡ് ആയിട്ടുണ്ട്, സൗദി അറേബ്യ, UAE, ഇത്രയും രാജ്യങ്ങൾ ഇങ്ങോട്ട് ആഡ് ആകുമ്പം ഓൾറെഡി ഇറാനും UAE-യുമായിട്ടും അതുപോലെ ഇറാനും സൗദിയുമായിട്ടും നല്ലൊരു ക്ലാഷ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇറാനിലോട്ടുള്ള ആക്രമണങ്ങൾ തുടക്കം മുതലേ UAE-യുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, സൗദിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇറാൻ വെറുതെ അല്ല അങ്ങോട്ട് തോന്നിയ പോലെ ബോംബിട്ടത് അല്ലെങ്കിൽ മിസൈൽ ഇട്ടത് എന്നുള്ളത് ക്ലിയർ ആണ്. കാരണം അമേരിക്കയുടെ കൂടി നല്ല രീതിയിൽ ഇറാൻ ആക്രമിക്കാൻ ഈ രണ്ട് രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രിക്സിൻ്റെ പല മീറ്റിങ്ങുകളും ഏത് രീതിയിൽ രാജ്യങ്ങളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട്. കാരണം ഇറാനുമായിട്ട് ഒരു രീതിയിലും സൗദിയും അതുപോലെ തന്നെ UAE-യും ഇനി ഒത്തുപോകില്ല. UAE ഒരു രീതിയിൽ ഒത്തുപോകില്ല. സൗദിയുടെ കാര്യം നമുക്ക് വഴി അറിയാനേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു സമയത്താണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഇനി ഈ ഒരു മീറ്റിങ്ങിൽ ഈ ബ്രിക്സിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ അതുപോലെ തന്നെ ചൈനയുടെ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിലോട്ട് വരുന്നില്ല. കാരണം അവിടെ ഓൾറെഡി ട്രംപിൻ്റെ മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് പുള്ളി വരാണ്ട് ഇവിടുത്തെ ചൈനീസ് അംബാസിഡറാണ് പ്രതിനിധിയായിട്ട് വരുന്നത്. അപ്പോൾ തന്നെ എത്രത്തോളം ചൈന ഇതിനെ കാര്യമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അവിടെ. ഇതേ ഡേറ്റിൽ മീറ്റിംഗ് വരുന്നതും ട്രംപിൻ്റെ മീറ്റിംഗ് അവിടെ സെയിം സമയത്ത് ട്രംപിൻ്റെ വിസിറ്റ് വെക്കുന്നതും, അപ്പോൾ ചൈന ഈ ഒരു ബ്രിക്സിന് എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതിൽ വലിയൊരു സംശയം നമ്മളവിടെ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. അതവിടെ നിൽക്കട്ടെ. എങ്കിലും വിദേശകാര്യമന്ത്രി അതായത് അബ്ബാസ് അറാച്ചി ഇന്ത്യയിലോട്ട് വരിക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ബ്രിക്സിനെ താണ്ടി അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് നല്ലൊരു നയതന്ത്ര ചർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ഒരുപാട് കപ്പലുകൾ ഇപ്പോൾ അവിടെ പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കപ്പലുകൾ പെട്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി നമുക്ക് വരാൻ പോകുന്നതിൽ മോദി തന്നെ നില വന്നിട്ട് സംഘികളോണ്ടും രാജ്യത്തെ മറ്റ് ജനങ്ങളോടും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനിയും മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാണ്ട് ഇറാൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളത് അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ചാടിക്കാനുള്ള കപ്പലുകൾ ചാടിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു സ്ട്രോക്കും പറഞ്ഞിട്ട് കാര്യമില്ല. കാല് പിടിക്കാനുള്ളത് പിടിക്കുക. നമ്മൾ ഏത് രീതിയിലാണ് ട്രംപിൻ്റെ കാല് പിടിച്ചത്? ട്രംപിൻ്റെ കാല് നക്കിയില്ലേ? കാല് നക്കിക്കൊണ്ട് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്ര ഒന്നും വേണ്ട. ഇറാനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അത് ചെയ്തു തരും, അല്ലെങ്കിൽ ഇറാൻ അത് സാങ്ഷൻ അല്ലെങ്കിൽ ഇറാൻ അത് വിട്ടുകൊടുക്കും. അത് ഇറാൻ്റെ മര്യാദ. ആ മര്യാദ നമ്മൾ ട്രംപിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിയുടെ അടുത്തുനിന്നോ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു ചാൻസ് ഏത് രീതിയിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഏത് രീതിയിൽ ഇതിനെ ഗുണമുള്ള കാര്യത്തിലോട്ട് മാറ്റിയെടുക്കും എന്നുള്ളത് നമ്മൾ നാളെയും മറ്റന്നാളുള്ള മീറ്റിംഗ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യനോട് സപ്പോർട്ട് ചെയ്യുക ഇറാന് എന്നുള്ളത്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മളപ്പുറത്ത് നമ്മുടെ ട്രംപിനെ പിണക്കാൻ പാടില്ല, പിന്നെ തന്തരാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ സംഘികളുടെ തന്തരാജ്യമായിട്ടുള്ള ഇസ്രായേലിനെ പിണക്കാൻ പാടില്ല. പിണക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. അപ്പം അതവിടെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും നമുക്ക് നോക്കാം ഇനി ഇവിടേക്ക് വരുന്ന മറ്റ് രാജ്യങ്ങളുടെ ഈ പറഞ്ഞ സൗദി അറേബ്യ, UAE രാജ്യങ്ങളുടെ തലവന്മാരും അല്ലെങ്കിൽ ഇറാനും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് എത്രത്തോളം ഇവിടുന്ന് വരും എന്നുള്ളത് നമ്മൾ നാളത്തെ എന്താ പറയുക വാർത്തകളിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, നമുക്ക് നോക്കാം അതിനെ പറ്റിയുള്ളത്. എന്താണെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിലൂടെ ഈ ബ്രിക്സിനെ ഒരു ഗ്ലോബൽ സൗത്തിലെ ഒരു വൻ നയതന്ത്ര ശക്തിയാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇന്ത്യക്ക് നല്ലത് വരട്ടെ. അല്ലെങ്കിൽ ഇനിയും എന്താ പറയുക, ഈ ഇസ്രായേലിനെയും അമേരിക്കനെയും താണ്ടി അല്ലെങ്കിൽ അമ്മമാരെ താങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മൾ മുഞ്ചും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഇനി എന്താ പറയുക കോവിഡ് കാലത്തിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ഒരു ലോക്ക്ഡൗണിലോട്ട് നമ്മുടെ രാജ്യം പോകുന്നുണ്ട്. നമ്മൾ കോപ്പുകുത്തി സാമ്പത്തികപരമായിട്ട് നമ്മൾ അങ്ങ് അടിത്തട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തോട്ട് മാറ്റപ്പെട്ടു. നമ്മുടെ വിദേശ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് 25% മേലെ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് നമ്മൾ ഡൗൺ ആയിട്ടുണ്ട്. ഇങ്ങനെ GDP-യുടെ ലെവലിൽ നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണത്തിൻ്റെ മൂല്യം എവിടെയില്ലാത്ത വേൾഡ് റെക്കോർഡായിട്ട് നമ്മൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്. 12.8% നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സത്യാവസ്ഥ. അല്ലാണ്ട് നിങ്ങൾ ഗോതി മീഡിയ കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കാണുന്നതൊന്നുമല്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ചാ നിരക്കിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടാണ് നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് ഇടണം. അതേ സ്ഥാനത്ത് മറ്റൊരു വാർത്ത, ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു വാർത്തയാണെങ്കിൽ പറയണം തോന്നി. റഷ്യയുടെ ഒരു പുതിയ മിസൈൽ RS-28 സർമത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മിസൈലിനെ പറ്റിയുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും. ഈ മിസൈലിൻ്റെ വിജയകരമായിട്ടുള്ള പരീക്ഷണം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇയറിൻ്റെ എൻഡോടുകൂടി റഷ്യയുടെ അതായത് റഷ്യൻ ഡിഫൻസിലോട്ട് ഇത് കൈമാറാൻ പോവുകയാണ്. ഞെട്ടേണ്ട ഒരു കാര്യം, ഈ മിസൈലിന് 35,000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ മിസൈലിൻ്റെ കരുത്തുറ്റ സമ്രാട്ട് മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് തന്നെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. 35,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ലോകത്തിലെ ഏത് ഭാഗത്തും, ഞങ്ങൾ റഷ്യയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെയും ഇടിക്കാൻ ഈ ഒരു മിസൈൽ മതി എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അത് മാത്രമല്ല, സാത്താൻ എന്നാണ് ഈ മിസൈലിനെ അറിയപ്പെടുന്നത് തന്നെ. ഈ മിസൈലിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ പറയാം. റഷ്യൻ സുരക്ഷാ സമിതി ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളെ പരിഹാസപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു പുള്ളിയുടെ ആ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാം കുറച്ചുകൂടി അടുത്തായിരിക്കുന്നു
വി ആർ ഓൾ സോ മച്ച് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രസ്താവനയാണ് പുള്ളി പറയുന്നത്. അതായത് എനിക്ക് നിങ്ങളെ റഷ്യയിലിരുന്ന് ഞങ്ങൾക്ക് നിങ്ങളെ എവിടെ വേണമെങ്കിലും പിടിക്കാം, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൈപ്പിടിയിലോട്ട് വരുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു മിസൈലാണ് ഇപ്പം റഷ്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. ഇത് വലിയൊരു ഇൻ്റർനാഷണൽ ന്യൂസ് തന്നെയാണ്. ഇത് മിസ്സായി പോണ്ട എന്നുള്ള രീതി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ പലരും പറഞ്ഞിരുന്നു അല്ലേ, ഇറാൻ ഏത് രീതിയിലാണ് റഷ്യ മിസൈലിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഈവൻ ഹോർമോസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളുള്ള സമയത്ത് തന്നെ ഇറാനെ റഷ്യ പല രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ സത്യത്തിൽ ഇതിപ്പോൾ ഇറാന് കൊടുത്തു അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗം തന്നെ ആയിട്ടില്ല, റഷ്യയുടെ ഡിഫൻസിൻ്റെ ഭാഗം പോലും ഇതായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മിസൈലിൻ്റെ പരീക്ഷണങ്ങളും കാര്യങ്ങളും ഇറാന് ഭാവിയിലോട്ടുള്ള റഷ്യയുടെ സപ്പോർട്ടിൻ്റെ ആ ഒരു എനർജിയുടെ സപ്പോർട്ടിൻ്റെ കരുത്ത് ഒരുപാട് സ്ട്രോങ് ആണ്. അതിൽ പല നയതന്ത്ര ചിന്തകളും ഇതിലുണ്ട്, ഉള്ളിലൂടെ പല ആൾക്കാർക്കും വരേണ്ടതാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു. റഷ്യ, അതായത് ആ സോവിയറ്റ് യൂണിയൻ USSRയുടെ സമയത്ത് നിന്ന് വളരെ ഡൗൺ ആയ റഷ്യ ഇപ്പോഴും യുദ്ധത്തിൻ്റെ പേരിലും പലതിൻ്റെ പേരിലും ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന റഷ്യക്ക് ഈ ഡിഫൻസിൽ എന്തുകൊണ്ട് അമേരിക്ക എപ്പോഴും റഷ്യനെ തൊടാൻ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ യുക്രൈൻ യുദ്ധത്തിൽ ഒരു ഫുള്ളി ഓപ്പൺ സപ്പോർട്ട് ഉക്രൈന് കൊടുക്കാൻ പറ്റാത്തത്? ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക ചത്ത് കിടന്ന് പണിയെടുക്കുന്നത് കാണില്ല. നമ്മൾ ഇറാൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അതേ പണി ഉക്രൈൻ്റെ കാര്യത്തിൽ എടുക്കാൻ പറ്റുന്നില്ല? കാരണം തിരിച്ച് റഷ്യ അടിച്ചു കഴിഞ്ഞാൽ ചമ്മന്തിയായി പോകും. ചമ്മന്തിയാക്കാനുള്ള കഴിവ് ഇപ്പോഴും റഷ്യയുടെ കയ്യിലുണ്ട്, ആണവായുധങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഇറാൻ അതില്ലാത്തത് കൊണ്ടും ഇറാനെ പെട്ടെന്ന് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇസ്രായേലിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇന്നത്തെ കണക്ക് പ്രകാരം 3 ലക്ഷം കോടി രൂപയാണ് അമേരിക്കയ്ക്ക് 2 മാസത്തെ ചെലവ് മാത്രമായിട്ടുള്ളത് ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്. അത് വലിയൊരു ഇതാണ്. നല്ല രീതിയിൽ പ്രക്ഷോഭങ്ങൾ അമേരിക്കയിൽ ഇതിനെപ്പറ്റി നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ റഷ്യയുടെ ഡിഫൻസ് അല്ലെങ്കിൽ റഷ്യയുടെ ആയുധ ശേഖരങ്ങൾ സ്ട്രോങ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള ഇന്ത്യ റഷ്യയുടെ ഒരു സഖ്യകക്ഷിയാണ്. പക്ഷേ അമേരിക്കയെ പേടിച്ചിട്ട് ഇന്ത്യ ആയിട്ടുള്ള ആ ഒരു ബന്ധം നല്ല രീതിയിൽ ഉലച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മാറി നിൽക്കട്ടെ, ഇറാനുമായിട്ടും അല്ലെങ്കിൽ ഇറാൻ്റെ കൂടെയൊക്കെ റഷ്യയുടെ ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്ക് പലർക്കും അത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് ന്യൂസുകളുടെ വേറെ പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ന്യൂസൊന്നും പറയാനില്ല. നമുക്ക് നോക്കാം ഏത് രീതിയിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ നമ്മൾ പറയും. പിന്നെ നമ്മൾ പല ന്യൂസുകളും പല ക്ലിപ്പുകളും പല ഷോർട്സുകളും ഇടുമ്പോൾ അതിൻ്റെ താഴത്ത് വന്നിട്ട് ഈ സംഘിക്കുട്ടന്മാർ വന്നിട്ട് പല കമൻറ്റുകളും തെറിയും അതും ഇതും പല വാട്സപ്പ് യൂണിവേഴ്സിറ്റി കമൻറ്റുകളും ഇടും. അപ്പം അതിന് റിപ്ലൈ ആയിട്ട് ഇന്നലെ ഒരാളുടെ ഒരു കമൻറ്റ് കണ്ട് ഞാൻ ഭയങ്കര സന്തോഷം. ആളുടെ പേര് ഞാൻ മറന്നു, പുള്ളി ഇട്ടതാണ്. അതായത് എൻ്റെ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് അതിനെ കുറ്റം പറഞ്ഞാൽ അതിനെ ചീത്ത വിളിക്കുന്ന ആളുകളുടെ പ്രൊഫൈലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു സംഖ്യയായിരിക്കും. അതായത് പക്കാ സംഖ്യ, ഒരു ബോധവും വിവരവുമില്ല, ആകെ ജയശ്രീരാം മാത്രം വിളിക്കാൻ അറിയുന്ന സംഖ്യകളായിരിക്കും അത്. അതല്ലെങ്കിൽ മൊത്തം ഫേക്ക് അക്കൗണ്ടുകളാണ്, ഒരു റെലവൻസും ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ടുകൾ, അതും പ്രോപ്പർ സംഘി അക്കൗണ്ടുകൾ മാത്രമായിരിക്കും. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അതായത് നമ്മളെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല ആളുകളും അത് കണ്ട് ദേഷ്യപ്പെടുന്നത് ഈ മരവാണ പട്ടിക്കാട്ടങ്ങളായിട്ടുള്ള സംഖ്യകളുമാണ് എന്നുള്ളത് അത് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ പൊതുവേ സംഖ്യകളുടെ കമൻറ്റുകൾ ഒരുപാടൊന്നും മൈൻഡ് ചെയ്യാൻ പോകാറില്ല. പക്ഷേ ഈ ഒരു റിപ്ലൈ കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. കാരണം ഞാൻ കമൻറ്റുകൾ വായിക്കാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. റിപ്ലൈ അത്രയും കമൻറ്റ് വരുന്നതും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് തരിക. ഇനി പറയാനുള്ളത്, ഇപ്പം നമ്മുടെ അസൻ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ നിങ്ങൾക്കറിയാം. പുള്ളിയുടെ ചാനലിൽ സംഖ്യകൾ നല്ല പണി കൊടുത്തിട്ടുണ്ട്. ചാനൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട്. എന്താണെങ്കിലും അറിയില്ല, അത് റിക്കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും. അപ്പോൾ പുള്ളിയുടെ 2ാമത്തെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ആദ്യത്തെ അക്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ എവിടെയും പോയില്ല എന്ന് പ്രതീക്ഷിക്കും. അതുപോലെ നമുക്കും ഈ എഫക്റ്റ്, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ എതിരെ പല രീതിയിലും സംഖ്യകൾ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു നാരോ എസ്കേപ്പാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് പോകുന്നതിന് ഞാൻ രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തരിക. ആ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അക്കൗണ്ടിന് എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞാലും നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തരിക. അടുത്ത വീഡിയോയിൽ കാണാം.